ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. കരിമണ്ണൂർ മുളപ്പുറത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ ജോൺ ഉലഹന്നാൻ കുന്നപ്പള്ളിൽ തന്റെ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. തൊടുപുഴയ്ക്കടുത്ത് കരിമണ്ണൂർ പഞ്ചായത്തിലെ മുളപ്പുറം പ്രദേശത്തെ ഒരു മികച്ച കർഷകനായ സമ്മിശ്ര കർഷകനായ ജോൺ ഉലഹന്നാൻ കുന്നപ്പള്ളിയിലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ജോൺ ചേട്ടൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണോ? അതെ അതെ, മുളപ്പുറത്ത് ജനിച്ചു വളർന്ന. അപ്പോൾ ഈ പഠനം, വിദ്യാഭ്യാസം ഒക്കെ എവിടെയൊക്കെ ആയിരുന്നു? എത്ര വരെ പഠിച്ചു? 6ാം ക്ലാസ് വരെ മുളപ്പുറത്ത് LP സ്കൂളുണ്ട്, അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് കരിമണ്ണൂർ ഹൈസ്കൂളിൽ പോയി 10ാം ക്ലാസ് വരെ പഠിച്ചു, പക്ഷെ ജയിച്ചിട്ടില്ല. അപ്പോൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് പിന്നീട് പഠനം അവിടെ നിർത്തുകയാണ് ഇതല്ലേ? കൃഷിയിലേക്ക് പോയി. അതെന്താണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് പഠിക്കാൻ ശ്രമിക്കാതിരിക്കാൻ കാരണം? അന്ന് കൃഷി ചെയ്തെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് പോയി. അപ്പനൊരു വലിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം കൃഷി ചെയ്തേ പറ്റൂ, കഴിയാൻ പോയി. അത് അതേ താല്പര്യമുണ്ട്, കൃഷിക്കൊന്നും ജോലിക്കൊന്നും താല്പര്യമില്ലാത്തത് കൂടുതൽ പഠിക്കാൻ പോയില്ല. അപ്പോൾ അപ്പന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുപോലെ തന്നെ പിന്നീട് പഠിക്കാൻ പോകാനായിട്ടുള്ള താല്പര്യമില്ലായിരുന്നു. എല്ലാവരും കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടിരുന്ന ഒരു കാലമായതിനാൽ കൃഷിയിലേക്ക് തന്നെ ഏർപ്പെട്ടു. അപ്പോൾ അന്നൊക്കെ എന്തൊക്കെ കൃഷികളായിരുന്നു ഇവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നത്? നെല്ല്, അതാണ് ഏറ്റവും പ്രധാന കൃഷി. നെല്ലിന് വേണ്ടിയിട്ടാണ് ഇവിടെ നാട്ടിൽ വന്ന് സ്ഥലം മേടിച്ചോ കടന്നുമാർ കൂടിയത്. അപ്പോൾ നെല്ലാണ് മെയിനായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ തെങ്ങ്, കമുക്, കൊടി, ഇതൊക്കെയാണ് കൂടുതൽ. അതൊക്കെ പോയി കഴിയുമ്പോൾ ഇപ്പം റബ്ബർ പിന്നെ വന്നതാണ്. ഇപ്പോൾ എല്ലാവർക്കും റബ്ബറുണ്ട്, അന്നേരം കൊടിയും ഒക്കെ പോയി കഴിഞ്ഞു, ഇല്ലാതെയായി. അന്ന് എങ്ങനെയായിരുന്നു നെൽകൃഷിയൊക്കെ ചെയ്തിരുന്നത്? കൃഷി അന്നൊക്കെ പോത്തിനെ കൊണ്ട് പണിയിച്ച് പൂട്ടി അടിച്ച് ചവറൊക്കെ ഇട്ട് ചാണാനൊക്കെ ഇട്ട് എല്ലുപൊടിയൊക്കെ തുള്ളി വിതച്ചിട്ട് പിന്നെ ഇച്ചിരി രാസവളം കൂടെ വാങ്ങിച്ചിടും. അപ്പോൾ നല്ല വിളവ് കിട്ടും. പിന്നീട് ഈ നെൽകൃഷിയിൽ നിന്ന് ഇവിടെ ആളുകൾ നെൽകൃഷി നിർത്താനുണ്ടായ സാഹചര്യം എന്താണ്? സാഹചര്യം കൊയ്യാൻ ആളില്ല, അതാണ് പ്രധാന കാര്യം. ഇപ്പോഴും കൊയ്യാൻ ആളില്ലാത്തതുകൊണ്ട് ആരും കൃഷി ചെയ്യാൻ. ഞങ്ങൾക്ക് ഇപ്പം നിലം ചുമ്മാ കിടപ്പുണ്ട്, പക്ഷേ തന്നെ ചെയ്യാൻ പറ്റൂല. ആരോഗ്യം കുറവ്, 10-70 വയസ്സായി. അപ്പോൾ കൊയ്യാൻ ആളെ കിട്ടൂല, അതാണ് ഏറ്റവും പ്രധാന കാര്യം. അതുകൊണ്ട് ആരും കൃഷി ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോഴും പാടം വെറുതെ കിടക്കുകയാണ്. ഒത്തിരി പാടം കളിക്കുന്നുണ്ട്. പാടത്ത് ഞങ്ങൾ ഇപ്പോൾ വാഴ, പയർ ഒക്കെ നടന്നുണ്ട്, പക്ഷേ കൂടുതൽ താഴ്ന്ന പ്രദേശത്തൊന്നും ചെയ്യാൻ ചുമ്മാ കിടക്കുക. ഇപ്പോൾ എത്ര ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്? എനിക്കൊരു 2 ഏക്കർ താഴെയുള്ള സ്ഥലത്തേ ഉള്ളൂ കൃഷിയുള്ളൂ. ഇപ്പോൾ കൂടുതൽ കൃഷി ചെയ്യുന്നത് എന്ത് ഇനമാണ്? കൂടുതൽ ഏത്തവാഴ ഒരു 100-150 പിന്നെ നാടൻ വാഴയുണ്ട്. എല്ലാ സൈസ് വാഴകളും ഓരോ വർഷമുണ്ട്. അത് ഈ ഏത്തവാഴ എങ്ങനെയാണ് അതിന്റെ കൃഷി രീതികൾ, ഇതിന്റെ കുഴിയെടുക്കുന്നത് പോലുള്ള കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് പറയാമോ? പാടത്തായ കാരണം ഒത്തിരി താത്തി എടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് താത്തി കോഴി എടുത്തിട്ട് എല്ലുപൊടിയൊക്കെ ഇട്ട് നട്ട് പിന്നെ കോഴിവളം വാങ്ങിച്ചിടും, രാസവളം ഇടും. അപ്പോൾ ഒരു 5-6 മാസം ആകുമ്പോഴേക്കും വളയുടെ തീരും. എന്നിട്ട് പിന്നെ കുറച്ച്
കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി യൂറിയയും പൊട്ടാഷ്യം കൊണ്ട് വാങ്ങിച്ചിട്ട് അത് ഇതിന്റെ വിത്തൊക്കെ എവിടെ നിന്നാണ് ഇത് വാങ്ങിക്കുന്നത്? തൊടുപുഴയിൽ നിന്ന് വാങ്ങും. തൊടുപുഴയാണ് വിത്തിൻ്റെ ഒത്തിരി വിത്ത് വരുന്ന സ്ഥലം. അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന് നടും. നമ്മൾ കൃഷി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കുഴി താഴ്ത്തിയിട്ടാണോ ഇത് വിത്ത് നടുന്നത്, കൂന കൂട്ടിയിട്ടാണോ? അല്ല, കുഴി ചെറുതായിട്ട് കുഴി താഴ്ത്തും. എന്നിട്ട് വളമിട്ടിട്ട് മണ്ണിട്ടിട്ട് പോകുന്ന പോലെയാക്കും. ഓരോ പ്രാവശ്യവും വളപ്രയോഗം നടത്തുമ്പോൾ അത് മണ്ണ് കൂടുതൽ ചുവട്ടിൽ കൂട്ടി കൊടുത്ത് അത് കൂന പോലെ കയറ്റി കൊണ്ടുവരും അല്ലേ? അങ്ങനെ അത് എത്ര തവണ നമ്മൾ ഒരു വളമിടുമ്പോൾ ഒരു 3-4 പ്രാവശ്യമെങ്കിലും കുറച്ച് വളമിട്ട് ഇടും. അങ്ങനെ അത് നമ്മൾ എത്ര തവണ വളപ്രയോഗം നടത്തേണ്ടി വരും? ഒരു 4 പ്രാവശ്യം. ആദ്യം ഇട്ടത് കൊണ്ട് ഉൾപ്പെടെ വാഴ കൊലയ്ക്കുന്നതിന് മുമ്പ് 4 പ്രാവശ്യം ഈ വളപ്രയോഗം നടത്തി ഈ മണ്ണ് ചുവട്ടിലേക്ക് വെട്ടിക്കൂട്ടി കൊടുക്കേണ്ടി വരും അല്ലേ? അങ്ങനെ ഇത് എത്ര മാസം ആകുമ്പോഴത്തേക്കും ഈ വാഴ കൊലയ്ക്കും? അതൊരു 9 മാസം 10 മാസം ആകുമ്പോഴേക്കും വാഴ കൊലയ്ക്കും. ചില എണ്ണം വാഴ അത് കഴിഞ്ഞേ കൊലയ്ക്കുള്ളൂ. 9 മാസം കുറെ പെട്ടെന്ന് വാഴയുണ്ട്. ഏത്തവാഴ തന്നെ പല സൈസ് പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റൂല്ലോ. അപ്പൊ കഴിഞ്ഞ കൊല്ലം ഞാൻ നട്ടത് 14 മാസം കൊണ്ട് കൊല വെട്ടിയത്. ഈ സ്വർണ്ണമുഖി എന്ന് പറഞ്ഞാൽ വലിയ കൊലയൊക്കെയാണ്, പക്ഷെ താമസിച്ച കൊലയ്ക്കുള്ളൂ. മറ്റു നേരത്തെ കൊലയ്ക്കും 9 മാസം ആകുമ്പോഴേക്കും കൊല വെട്ടണതുകൊണ്ട് 10 മാസം 10 ആകുമ്പോഴേക്കും വീട്ടണതുകൊണ്ട്. അപ്പോൾ ഇത് ഈ വാഴ കൊലച്ചു കഴിഞ്ഞാൽ ഇത് ഏകദേശം എല്ലാ വഴിയും ഒരേ സമയത്ത് തന്നെ കൊല വരുമോ? ഏറെക്കുറെ ഒന്നിച്ചൊന്നും വരികയില്ല. 1 മാസം കൊണ്ട് വെട്ടിത്തീരുമോ? അപ്പോൾ 1 മാസം കൊണ്ട് ഇത് ഒരെണ്ണം കൊലച്ചു തുടങ്ങിയാൽ 1 മാസം കൊണ്ട് ഏകദേശം എല്ലാം നിരപ്പെ കൊലച്ചു തീരും. ഈ കൊല വീണ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം? പിന്നെ അതിനകത്ത് ഇത്തിരി പൊട്ടാഷ്യം യൂറിയ കൂടെ ചൂടിലിട്ട് വെട്ടിയിട്ട് കൊടുക്കും. പിന്നെ കിളിശല്യം ഉണ്ട് നല്ലപോലെ. അതിന് ചാക്കിട്ട് മൂടണം. അതെ, അതൊരു വലിയ പാലിച്ച പണിയാണ്, കയറിയിടുക എന്നുള്ളത്. പിന്നെ ഇതിനെ ഈ വാഴയെ പ്രധാനമായിട്ട് ബാധിക്കുന്ന രോഗകീടബാധകൾ എന്തൊക്കെയാണ്? സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ അതിൻ്റെ മൂടി ചീഞ്ഞു പോയി. അപ്പോൾ കൃഷി ഓഫീസിൽ ചെന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നൊക്കെ പറഞ്ഞു തന്ന് കുറേയൊക്കെ ഇട്ട് കുറേയൊക്കെ പോയി, കുറേയൊക്കെ രക്ഷപ്പെടിക്കോളം കേട് കണ്ടില്ല ഇതുവരെ. ഈ തണ്ടുതുരപ്പൻ പുഴു അങ്ങനെയുള്ള രോഗങ്ങള് കീടങ്ങള് ഇതിനെ ബാധിക്കാറില്ല? അതിനെന്ത് ചെയ്യും? അതെ, അതിനെന്താണ് ചെയ്യാറുള്ളത്? അടിക്കും. അത് വാഴ കൊലച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും വാഴ കൊലയെ കൂട്ടി അങ്ങനെ അടിക്കാറുണ്ടോ? കൊല കൂട്ടി അടിക്കില്ല, തണ്ടയിൽ മാത്രം. പിന്നീട് ഇത് വാഴ കൊല വെട്ടി തുടങ്ങിയാൽ ഒന്നിച്ച് വെട്ടാൻ സാധിക്കും? അത് 1 മാസം കൊണ്ട് വെട്ടി തീരും അല്ലേ? പിടിക്കും. 1 മാസമെങ്കിലും പിടിക്കും. ഇത് വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് എവിടെയാണ് വിൽപ്പന നടത്തുന്നത്? അത് ഉടുമ്പൻചോല BPCയുടെ മാർക്കറ്റ് ഉണ്ട്, അവിടെ കൊണ്ട് കൊടുക്കും. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇതിന്റെ വിലയൊക്കെ ഏതാണ്ട് നിശ്ചിത സമയത്ത് തന്നെ ലഭിക്കാറുണ്ടോ? 8-ാം ദിവസം കാശി കഴിക്കും. അപ്പോൾ ഒരു ലേലമാണ്. വാഴ കൊല നമ്മൾ കുറെ വെട്ടിക്കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 8-ാം ദിവസം അതിന്റെ പൈസ കിട്ടുന്നുണ്ടല്ലേ? കിട്ടും, കൃത്യമായിട്ട് കിട്ടും. ഇനി ഈ വാഴ കൃഷി ചെയ്ത സ്ഥലത്ത് ഇതിന്റെ വിത്തൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വിത്ത് നല്ലതാണെങ്കിൽ അത് തന്നെ പിന്നെ നടും, അല്ലെങ്കിൽ മേടിച്ച് നടും. അല്ല, ഈ വിത്തുകൾ എന്തായാലും കുറെ വിത്തുകൾ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ വേറെ വിൽക്കുമോ, പുറത്ത് വിൽക്കുമോ, അങ്ങനെ വല്ലതും ചെയ്യാം? മേടിക്കണമെങ്കിൽ ലാഭമല്ലേ, അത് തന്നെ പറിച്ച് വിൽക്കും. അല്ല, അതിൽ കൂടുതൽ വിത്ത് നമുക്ക് ഉണ്ടാവാറില്ല? ഉണ്ടായാലും വിൽക്കാറൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ അതിലേക്ക് ആരെങ്കിലും ടണ്ണന്മേണാക്കുള്ള കുളം പറയും, പൈസക്ക് കൊടുക്കില്ല. ഇനി മറ്റെന്തെല്ലാം പച്ചക്കറികളാണ്? പിന്നെ പയറുണ്ട്. പയർ ഈ വാഴ നടുമ്പോൾ തന്നെ പയർ അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് വയ്ക്കും. അപ്പോൾ വാഴ വലുതാകുമ്പോഴേക്കും പയർ തീരും. നല്ല പൈസ കിട്ടുന്ന പരിപാടിയാണ്. അപ്പം നടുമ്പോൾ ഇച്ചിരി കോഴിവളം അല്ലെങ്കിൽ ചാണകം എന്തെങ്കിലുമൊക്കെ ഇട്ട് വെപ്പുണ്ണാക്കി ഇട്ട് നടും. അത് കഴിഞ്ഞിട്ട് പിന്നെ വല്ല കേടുണ്ടെങ്കിൽ മരുന്നടിക്കണം. അത് നമ്മൾ ഓരോ വാഴയുടെ ചുവട്ടിലും ഓരോന്നാണോ നടുന്നത്? നടുക്ക് 2 വാഴ നടുക്ക്. അത് ഓരോ ചൂടാണോ നടാറുള്ളത്? ഒരു 2-4 നടും. അപ്പൊ ഇത് പടന്ന് ആ പ്രദേശം നിറച്ച് കിടക്കും. കാശ് വാഴ ചൂടിന് മുമ്പ് ഇവൻ കാതിരും. അപ്പൊ നമുക്ക് നല്ലൊരു ഇടലാഭം. അപ്പൊ ഈ പയർ നമുക്ക് ഒരുവിധം ന്യായമായ വിളവ് അതിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്? ഉണ്ട്. ഒരു ഞാൻ 125 വാഴ എന്ന് പറഞ്ഞല്ലോ, അതിനകത്ത് നടന്ന പയറിനകത്ത് നിന്ന് 40 കിലോ 45 കിലോ കിട്ടിയ സമയമുണ്ട്. പക്ഷെ 25 കിട്ടിയ സമയമുണ്ട്. അത് വേറെ മോശമാണെങ്കിൽ കുറവായി പോകും ഒരെടുപ്പിന്. അപ്പൊ അത് പയർ ഇങ്ങനെ കായ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം കൂടുമ്പോൾ പയർ വിളവെടുക്കാൻ സാധിക്കും? അതൊരു 2 മാസത്തിൽ കൂടുതലും 3 മാസത്തിൽ അടുത്താവും. അല്ല, ഒരു തവണ വിളവെടുത്ത ഇപ്പൊ ഇന്നൊരു ദിവസം വിളവെടുത്താല് പിന്നെ എത്ര ദിവസം കൂടുമ്പോൾ വിളവെടുക്കും? വ്യാഴാഴ്ച എടുക്കും. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ചന്താതം വെച്ച് തിങ്കളാഴ്ചയും വ്യാഴാഴ്ച എടുത്തോണ്ടിരിക്കും. അപ്പൊ ആഴ്ച 2 ദിവസം വിളവെടുക്കും. അപ്പൊ ഇത് വിളവെടുത്താലും ഇതുപോലെ തന്നെ BPCയുടെ ഉടുമ്പന്നൂർ മാർക്കറ്റിൽ കൊണ്ടുപോയാണ് കൊടുക്കുന്നത്. ഇപ്പോ ഈ പയറിനൊക്കെ ആണെങ്കിലും ഒരുവിധം ന്യായമായ വില ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പയറില്ല, നല്ല വില കിട്ടുന്നുണ്ട്. വേറെ എന്തെല്ലാം പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്? വേറെ പാവലുണ്ട്. പാവൽ ഇപ്പം നട്ട് മുളച്ച് നിൽക്കുന്നേ ഉള്ളൂ. അതും BPCക്കലാണ് വിൽക്കണം. അതിനകത്ത് എല്ലുപൊടിയും ചാണാനും. ഈ പാവൽ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്? അതിന്റെ രീതികളൊന്ന് പറയാമോ? ഇപ്പോ മഴക്കാലം ആയതുകൊണ്ട് ഈ കപ്പയുടെ കൂമ്പിൽ വളരെ കൂമ്പിലുണ്ടാകും. അത് വളമൊക്കെ ഇട്ട് കൂട്ടി കൂമ്പിരിച്ച് അതിൽ നടും. മറ്റേ വെളുത്താദ്യമായിട്ട് ചീഞ്ഞു പോകുമല്ലോ. എന്നിട്ട് പന്തലൊക്കെ ഇട്ട് കഴിയുമ്പോൾ വീണ്ടും ചാണാനൊക്കെ ചാണകം ഇഷ്ടംപോലെ ഉണ്ട്, കന്നാലി ഉണ്ട്. അപ്പോൾ ഈ പുല്ലൊക്കെ ചെത്തി കൂട്ടി വീണ്ടും ഒന്നോടെ ഇട്ടിട്ട് മെയിനായിട്ട് അതിന് വളം ചെയ്യുന്നത് ചാണകം, പച്ചച്ചാണകനും പിണ്ണാക്കും കൂടെ കലക്കി ഒഴിച്ചു കൊടുക്കും. പിന്നെ വല്ലപ്പിടിച്ചൊരു ആസോടോട് കൂടും കേട്ടോ, എന്നോട് പറയേണ്ട കാര്യമില്ല. അത് വിടും. പക്ഷെ നന്നായിട്ട് കായ്ക്കും, നല്ല വില കിട്ടും. ഇപ്പം ഞാൻ നട്ടേക്കുന്നത് ഈ ഹൈബ്രിഡ് വിത്താണ്. നന്നായിട്ട് കായ്ക്കുന്ന അടഞ്ഞേക്കാൾ. പക്ഷെ വിലച്ച് കുറവായിരിക്കും തോന്നുന്നു, അത്രേ ഉള്ളൂ. പിന്നീട് കപ്പയുണ്ട്, പിന്നെ പശു വളർത്തലുണ്ട്. ഒരു പശുവും കിടാവും കൊണ്ട് ഇപ്പേ ഉള്ളൂ. നമുക്ക് ആരോഗ്യം കുറവായതുകൊണ്ട് എണ്ണത്തിൽ കുറച്ചു. അപ്പോൾ ഇതിന്റെ എല്ലാം പണികൾ തന്നെയാണോ ചെയ്യുന്നത്? തന്നെ ചെയ്യണം, കൂലി കൊടുക്കുന്നില്ല.
ഈ വളമൊക്കെ മേടിച്ചാൽ ചാണാനൊക്കെ ആണെങ്കിൽ ഇച്ചിരി വണ്ടി കണ്ടെത്തേക്ക് ഇല്ലാത്ത കാരണം ചുമക്കാനൊക്കെ ആരെങ്കിലും കൂടി ബാക്കി തന്നെ ഞാനും ഭാര്യയും കൂടി ചെയ്യും. ഈ കപ്പ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ കപ്പ അതെങ്ങനെയാണ്, ഏതിനും കപ്പയാണ് കൃഷി ചെയ്യുന്നത്? അമ്പക്കാടനാണ് കൃഷി ചെയ്യണത്. വരുമാനം ചാണകമൊക്കെ ഇട്ട്, ചാണകം ഉള്ളതുകൊണ്ട് എല്ലാത്തും ചാണകം ഇടും. കുമ്മായൊക്കെ ഇട്ട് കൂമ്പലെടുത്താണോ അതോ തടവെടുത്തിട്ടാണോ? തടമെടുത്ത് വളമൊക്കെ ഇട്ട് ഇളക്കിയിട്ട് കൂമ്പലെടുത്തു എന്നുവെച്ചാണ് കപ്പ നടണത്. കുമ്മയൊക്കെ ഇടും. പിന്നെ കാര്യമായിട്ട് വളം ഇച്ചിരി രസമുള്ള ഇടുകയുള്ളൂ. പിന്നെ കാര്യമായിട്ടും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ട് ചാണകം ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിന്റെ ഇടകളൊക്കെ അതൊക്കെ പുല്ല് കൂട്ടണം. അതൊക്കെ എത്ര തവണ നമുക്ക് ചെയ്യേണ്ടി വരും? 2-3 പ്രാവശ്യമെങ്കിലും ചെയ്യണം. ആദ്യം ചെത്തി പുല്ല് കളഞ്ഞിട്ട് പിന്നെ വളമിട്ട് മണ്ണ് കൂട്ടും. പിന്നെ മണ്ണ് കൂട്ടിയാൽ പുല്ല് പറിച്ച് കളയുള്ളൂ. അപ്പൊ ഇതിങ്ങനെ കപ്പയ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും വളങ്ങള്, രാസവളങ്ങൾ ചെയ്യേണ്ടി വരാറുണ്ടോ? 1 പ്രാവശ്യമൊക്കെ ചെയ്യും. അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ 2 പ്രാവശ്യം അങ്ങേറ്റം അധികം ചെയ്യാൻ. അധികം പച്ചയ്ക്ക് വിൽക്കാനുണ്ടാവില്ല. ഞങ്ങളിത് ഉണങ്ങി നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഈ പറഞ്ഞാൽ മാറും. ഇത് ഏകദേശം നല്ല വിളവ് ലഭിക്കാറുണ്ടോ ഈ കപ്പയ്ക്ക്? ഒരു 10 കിലോയുടെ അടുത്ത് 8 കിലോ 10 കിലോ 12 കിലോ ഒക്കെ അവരേജ് കിട്ടും ഒരു ചൂടിൽ നിന്ന്. ഇത് എത്ര മാസം കൂടുമ്പോൾ വിളവെടുക്കാൻ സാധിക്കും? ഒരു 9-10 മാസം ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ തൂക്കമുള്ള വിളവ് ഒരു ചൂടിൽ നിന്നും കിട്ടും അല്ലേ? ഇതെല്ലാം നമ്മൾ ഈ യുഎഫ്സിയുടെ വിപണിയിൽ തന്നെയാണ് വിൽക്കുന്നതെല്ലാം അവിടെ കൊണ്ടുപോയി. പക്ഷേ ഉണക്കക്കപ്പ അവിടെ ചിലപ്പോൾ ചിലവ് കുറവാണെങ്കിൽ വേറെ ആരെങ്കിലും കടയിൽ കൊടുക്കും. ഇപ്പോൾ കപ്പയ്ക്ക് എന്ത് വില ലഭിക്കുന്നുണ്ട്? പച്ചയ്ക്ക് ഇപ്പോൾ ഒരു 60 രൂപ ഉണ്ടെന്ന് കേൾക്കണേ. വാങ്ങിക്കാറില്ല, കാരണം നമുക്ക് ഉണക്ക ഉള്ളത് കൊണ്ട് വാങ്ങിക്കുന്നില്ല. 60 രൂപ ഉണ്ടെന്ന് കേട്ടോ. ഈ ഉണക്കക്കപ്പയാണെങ്കിൽ എന്ത് വിലക്കാണ് വിറ്റത്? 1000 രൂപയുണ്ട്. 10 കിലോയ്ക്ക്. 10 കിലോയ്ക്ക് 1000 രൂപ. അപ്പോൾ കിലോയ്ക്ക് 100 രൂപ കിട്ടുന്നുണ്ട്. ആമ്പക്കാടനായതുകൊണ്ട് ഇത് 2 തുണ്ടും പൊളിച്ചാണോ ഇത് ഉണങ്ങുന്നത്? ഉണങ്ങുന്നതാണ് പ്രിയം, അതുകൊണ്ട് അങ്ങനെ ചെയ്യും. അപ്പൊ ഇത് ഉണക്കുന്നതിനൊക്കെ നമുക്ക് തന്നെ ഉണങ്ങാനുള്ള സൗകര്യം ഉണ്ടോ? ഉണ്ട്, തന്നെയുണ്ട്. അടുത്ത് മുറ്റത്തിനടുത്ത് പാറയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് പറിച്ച് വാട്ടി പാറയിലേക്ക് ഇടും. എന്നുവെച്ചാൽ പയ്യ ഉണങ്ങി കഴിയുമ്പോൾ അടുത്ത് കുറച്ച് പറിക്കും. അങ്ങനെ പറിച്ചെടുക്കും. അങ്ങനെ തന്നെയാണ് എല്ലാ പണികളും ചെയ്യുന്നത്. പൊതുവെ കൃഷിയിൽ മാത്രം മുന്നോട്ട് പോകുമ്പോൾ സന്തോഷകരമായിട്ടാണോ, അല്ലെങ്കിൽ ഒരു ആദായകരമാണോ കൃഷിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോഴുള്ള അവസ്ഥ? ചില വർഷം നമ്മൾ മോശമായി പോകും. ചിലപ്പോൾ കാലാവസ്ഥ മോശമായിട്ട് വാഴ മോശം വരാം, അതുപോലെ കപ്പ മോശം വരാം, പയറും ചില ദിവസം ഒന്നും വളരെ മോശമായി. എന്നാലും നമുക്ക് നഷ്ടം വരും. ചില തവണ വിലയും കുറവായിരിക്കും, പക്ഷേ നമുക്ക് നഷ്ടം വരില്ല. എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും മേക്കപ്പ് ചെയ്തു പോകും. എല്ലാം കൂടെ കൂടി നമ്മൾ പച്ച പിടിച്ചു പോകും. വീട്ടിലാരൊക്കെയുണ്ട്? ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. മകൻ വിദേശത്താണ്. ഒരു മകനേ ഉള്ളൂ? ഒരു മകനും മകളും ഉണ്ട്. 2 പേരും വിദേശത്താണ്. മകനും കല്യാണം കഴിച്ച എല്ലാവരും അവിടെ. ഞങ്ങൾ 2 തന്നെ വീട്ടിലുള്ളൂ. അപ്പോൾ രാവിലെ എത്ര മണിക്ക് ഈ പണികൾ ആരംഭിക്കും? ഒരു 5 മണിക്ക് തുടങ്ങും. തൊഴുത്തിൽ പോയി പശുവൊക്കെ കറന്ന് കുളിപ്പിച്ച് അത് കഴിഞ്ഞ് പാൽ കൊണ്ട് കൊടുത്തേച്ച് വന്ന് പണിയാൻ പോകും. പറമ്പിലേക്ക് ഇറങ്ങും. പിന്നീട് അത് വൈകുന്നേരം എത്ര മണി വരെ തുടരും? വൈകുന്നേരം ഒരു 6:30-7 ആവും തീരുമ്പോൾ. അതുവരെ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ രാവിലെ 5 മണിക്ക് തുടങ്ങി വൈകുന്നേരം 6:30-7 മണി വരെ തുടരുന്ന ഒരു നിരന്തരമായ അധ്വാനമാണ് കൃഷിയിലുള്ളത് അല്ലേ? അതെ, എല്ലാ ദിവസവും അല്ല, എന്നാലും മിക്കവാറും. എന്തായാലും ഒത്തിരി സന്തോഷം. കരിമണ്ണൂർ പഞ്ചായത്തിലെ മുളപ്പുറത്ത് എല്ലാവിധ കൃഷികളിലും ഇഞ്ചി, മഞ്ഞൾ, പാവൽ, പയർ തുടങ്ങി വാഴ, കപ്പ തുടങ്ങിയവയെല്ലാം, പശു വളർത്തൽ തുടങ്ങിയ എല്ലാ കൃഷികളിലും ഏർപ്പെടുന്ന ഒരു ഇടത്തരം കർഷകനായ ജോൺ ഉലഹന്നാൻ കുന്നപ്പള്ളിയിലാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. നമസ്കാരം. കരിമണ്ണൂർ മുളപ്പുറത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ ജോൺ ഉലഹന്നാൻ കുന്നപ്പള്ളിയിലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. കാർഷിക അറിവുകൾ, ജോൺ ഉലഹന്നാനുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. 2023 ചെറുധാന്യങ്ങളുടെ അന്താരാഷ്ട്ര വർഷം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ ഭാഗമായി ഇന്ന് ഈ പരിപാടിയിൽ കേരള കാർഷിക സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനീന ER തയ്യാറാക്കിയ ലേഖനം കേൾക്കാം. ചെറുധാന്യങ്ങൾ അതിജീവനത്തിനും ആരോഗ്യത്തിനും.
അനേകം ആരോഗ്യ ഗുണങ്ങളെ ഉള്ളിലൊളിപ്പിച്ച പോഷകഖനികളാണ് നാം അധികം ഗൗനിക്കാതെ പോയ ചെറുധാന്യങ്ങൾ. ഭാരതത്തിന്റെ കാർഷിക ചരിത്രത്തിൽ ചെറുധാന്യങ്ങൾക്ക് മഹനീയമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. അരിയും ഗോതമ്പും കൃഷി ചെയ്യുന്നതിന് എത്രയോ മുമ്പ് തന്നെ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഭാരതീയരുടെ ഭക്ഷ്യസംസ്കാരത്തിൽ ചെറുധാന്യങ്ങളായ ചോളം, തിന, കമ്പ്, റാഗി, ചാമ തുടങ്ങിയവ കൊണ്ടുള്ള നിരവധി വിഭവങ്ങൾ ഉണ്ടായിരുന്നു. ഭക്ഷ്യക്ഷാമവും പട്ടിണി മരണങ്ങളും പോഷക ദാരിദ്ര്യവുമെല്ലാം നടമാടിയിരുന്ന കാലഘട്ടം ഇന്നത്തെ തലമുറയ്ക്ക് പഴങ്കഥയായി തോന്നാം. അരിയുടെയും ഗോതമ്പിന്റെയും ലഭ്യത വളരെ വിരളമായിരുന്ന ആ കാലഘട്ടത്തിൽ ദരിദ്രരുടെ മുഖ്യ ആഹാരം ചെറുധാന്യങ്ങളായിരുന്നു. ഒരു നേരം പോലും ഭക്ഷണമില്ലാതെ ഉറങ്ങേണ്ടി വരുന്ന ദരിദ്രരുടെ ഊർജാവശ്യകത അടിയന്തരമായി പരിഹരിക്കുന്നതിനുള്ള തീവ്ര ശ്രമമായിട്ടാണ് ഹരിത വിപ്ലവം വിഭാവനം ചെയ്തത്. ഇത് അരിയും ഗോതമ്പും വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനുള്ള ചാലകശക്തിയായി മാറി. ഹരിത വിപ്ലവത്തിന് ശേഷം തദ്ദേശീയ ഭക്ഷണത്തിന്റെ തിരഞ്ഞെടുപ്പിലും ഉപയോഗത്തിലും സാവധാനത്തിനുള്ള ഒരു പരിവർത്തനം നടന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ചെറുധാന്യങ്ങളെ പ്രധാനമായും രണ്ടായി തിരിക്കാം. ചോളം, ബജ്ര, റാഗി എന്നിവയടങ്ങുന്ന മുഖ്യ ചെറുധാന്യങ്ങളും ചാമ, തിന, വരക്, പനിവരക്, കുതിരവാലി തുടങ്ങിയവ ഉൾപ്പെടുന്ന ലഘുധാന്യങ്ങളും ഇവയെ കൂടാതെ സ്യൂഡോ സീരിയലുകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ബക്വീറ്റ്, ധാന്യചീര, ക്വിനോവ, ചിയ തുടങ്ങിയ ധാന്യങ്ങളുമുണ്ട്. അനുപമമായ പോഷക ഘടകങ്ങളുടെ സാന്നിധ്യമാണ് ചെറുധാന്യങ്ങളെ ന്യൂട്രി സീരിയൽസ് എന്ന് വിളിക്കാൻ കാരണം. ചെറുധാന്യങ്ങളിലെ അന്നജത്തിന്റെ ഘടനയിലുള്ള വ്യത്യാസമാണ് എടുത്തുപറയേണ്ട പ്രധാന സവിശേഷത. ചെറുധാന്യങ്ങളിലെ അന്നജം എളുപ്പത്തിൽ ഗ്ലൂക്കോസ് തന്മാത്രകളായി മാറുന്നില്ല. അരി, ഗോതമ്പ് എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രോട്ടീൻ കൂടുതലായി അടങ്ങിയിട്ടുള്ളത് ചെറുധാന്യങ്ങളിലാണ്. പനിവരക്, കുതിരവാലി, കമ്പ് എന്നിവ അരിയിലുള്ളതിനേക്കാൾ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ധാന്യങ്ങളാണ്. സങ്കീർണമായ അന്നജ ഘടനയാണ് ചെറുധാന്യങ്ങളിലെ അന്നജത്തിനുള്ളത്. അതിനാൽ രക്തത്തിലെ ഗ്ലൂക്കോസ് പെട്ടെന്ന് ഉയരുന്നില്ല. ഇത് പ്രമേഹ രോഗികൾക്കും അമിതവണ്ണമുള്ളവർക്കും ഏറെ പ്രയോജനകരമാണ്. ദഹനത്തെ പ്രതിരോധിക്കുന്ന അന്നജ ഘടകങ്ങൾ പെട്ടെന്ന് വിശക്കാത്ത അവസ്ഥയുണ്ടാക്കുന്നുണ്ട്. ഇത് പ്രമേഹ രോഗികൾക്ക് ഏറെ ഗുണം ചെയ്യും. ചെറുധാന്യങ്ങളെല്ലാം തന്നെ നിത്യാഹാരത്തിന്റെ ഭാഗമാക്കുന്നത് ചെറിയ പ്രായം തൊട്ട് ശീലിക്കാവുന്നതാണ്. ചെറുധാന്യങ്ങൾ എങ്ങനെയെല്ലാം കഴിക്കാം. ചെറുധാന്യങ്ങൾ എല്ലാം തന്നെ വിവിധ രീതിയിൽ നിത്യാഹാരത്തിൽ കൊണ്ടുവരാവുന്നതാണ്. തവിട് കളയാത്ത മുഴുവൻ ധാന്യങ്ങളും നന്നായി കഴുകി ഉണക്കി പൊടികളാക്കി സൂക്ഷിക്കാം. മുഴുവൻ ധാന്യങ്ങൾ വെള്ളത്തിൽ 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്ത് നനഞ്ഞ തുണിയിൽ കെട്ടിവെച്ച് മുളപ്പിച്ച് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഗുണകരം. ഇത്തരത്തിൽ ചെറിയ മുള വന്ന ധാന്യം നല്ല വെയിലിലോ ഡ്രയറിലോ ഉണക്കി പൊടികളാക്കി സൂക്ഷിക്കാം. ഇത്തരം ധാന്യപ്പൊടികൾ കൊണ്ട് അരി, ഗോതമ്പ് എന്നിവ കൊണ്ടുണ്ടാക്കാവുന്ന എല്ലാവിധ വിഭവങ്ങളും തയ്യാറാക്കാം. വിവിധ ചെറുധാന്യപ്പൊടികൾ ഒന്നിച്ച് യോജിപ്പിച്ച് മൾട്ടിഗ്രെയിൻ മിക്സുകൾ തയ്യാറാക്കാം. ഇവ കൂടുതൽ പോഷകപ്രദമാണ്. വിവിധതരം ചെറുധാന്യപ്പൊടിയോടൊപ്പം പയർവർഗ്ഗങ്ങളുടെ പൊടി, പാൽപ്പൊടി, ഉണക്കിയ ഫലങ്ങൾ എന്നിവ ചേർത്ത് ഹെൽത്ത് മിക്സുകൾ തയ്യാറാക്കാം. ആരോഗ്യരക്ഷയ്ക്കുതകുന്ന ഇത്തരം ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് ഇന്ന് നല്ല വിപണിയാണുള്ളത്. ചെറുധാന്യങ്ങളുടെ കൃഷി വ്യാപകമാകണമെങ്കിൽ ഇതിന്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള അറിവ് സമൂഹത്തിൽ പ്രചരിപ്പിക്കേണ്ടതുണ്ട്. ചെറുധാന്യങ്ങൾ ഉപയോഗിച്ചുള്ള വിവിധ ഇനം ഭക്ഷ്യോൽപ്പന്നങ്ങൾ മേളകളിലൂടെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക. സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവ വഴി ഒരു നേരമെങ്കിലും ചെറുധാന്യ വിഭവങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നീ മാർഗങ്ങൾ അവലംബിക്കുന്നത് ചെറുധാന്യങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കും. നിങ്ങൾ കേട്ടത് 2023 ചെറുധാന്യങ്ങളുടെ അന്താരാഷ്ട്ര വർഷം. ചെറുധാന്യങ്ങളുടെ അന്താരാഷ്ട്ര വർഷം 2023. മില്ലറ്റ്സ് അഥവാ ചെറുധാന്യങ്ങളുടെ കൃഷിക്ക് ഇന്ത്യയിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. പ്രാചീന കൃതികളിൽ ചെറുധാന്യങ്ങളുടെ വ്യത്യസ്ത ഇനങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട്. ചെറുധാന്യങ്ങൾ എല്ലാ കാലത്തും ഇന്ത്യൻ സംസ്കാരത്തിന്റെയും ഭക്ഷ്യവിഭവങ്ങളുടെയും അവിഭാജ്യ ഘടകമായിരുന്നു. കർഷകനും പരിസ്ഥിതിക്കും ഇണങ്ങുന്ന കൃഷിയാണ് ചെറുധാന്യങ്ങളുടേത്. ചെലവ് കുറഞ്ഞതും ഏറെ പോഷക ഗുണങ്ങൾ നിറഞ്ഞതുമായ ഭക്ഷ്യധാന്യങ്ങളാണ് അവ. കേന്ദ്ര സർക്കാർ ശ്രീ അന്ന എന്ന നാമകരണം ചെയ്തിട്ടുള്ള ചെറുധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ ലോകത്തിൽ 1ാം സ്ഥാനം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അവയുടെ ഉൽപാദനത്തിലൂടെയും കയറ്റുമതിയിലൂടെയും ലോകത്തിന്റെ തീൻമേശയിലേക്ക് നമ്മൾ പോഷകപ്രദമായ ഭക്ഷണം എത്തിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മികവുറ്റ നേതൃത്വത്തിൽ ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളുടെ ഫലമായി
2023 ചെറുധാന്യങ്ങളുടെ അന്താരാഷ്ട്ര വർഷമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചു. വെള്ളത്തിന്റെ ഉപയോഗം കുറഞ്ഞതും പോഷകപ്രദവുമായ ചെറുധാന്യങ്ങളുടെ ഉത്പാദനം ആഗോളതലത്തിൽ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ വർഷാചരണത്തിന്റെ ലക്ഷ്യം. ചെറുധാന്യങ്ങളുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുക, ലോകത്ത് പോഷകാഹാര സുരക്ഷ ഉറപ്പാക്കുക, അന്താരാഷ്ട്ര വിപണിയിൽ അവയുടെ പ്രാമുഖ്യം ഉയർത്തിക്കാട്ടുക, ഇവയും ഈ അന്താരാഷ്ട്ര വർഷാചരണത്തിന്റെ ലക്ഷ്യങ്ങളാണ്. വ്യത്യസ്ത ഇനം ചെറുധാന്യങ്ങളുടെ വിളഭൂമിയാണ് ഇന്ത്യ. സൂപ്പർ ഫുഡ് എന്ന് വിളിപ്പേരുള്ള ഈ ധാന്യങ്ങൾ കാൽസ്യം, ഇരുമ്പ്, സിങ്ക്, ഫോസ്ഫറസ്, മഗ്നീഷ്യം, പൊട്ടാസ്യം മുതലായ ജീവൽ പ്രധാനമായ മൂലകങ്ങളുടെ അക്ഷയ ഖനികളുമാണ്. ഹൈദരാബാദിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ്സ് റിസർച്ചിനെ ചെറുധാന്യങ്ങളുടെ ഗവേഷണ രംഗത്തെ മികവിന്റെ കേന്ദ്രമായി ഭാരത സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വദേശത്തെയും വിദേശങ്ങളിലെയും കർഷകർക്കും കൃഷി വിദഗ്ധർക്കും സാങ്കേതിക വിദ്യകളും മെച്ചപ്പെട്ട കൃഷിരീതികളും പകർന്നു നൽകുന്നതിൽ ഈ സ്ഥാപനം നിസ്തുലമായ പങ്കാണ് വഹിക്കുന്നത്. ചെറുധാന്യങ്ങളുടെ അന്താരാഷ്ട്ര വർഷാചരണം ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്നവർക്കും നാമമാത്ര കർഷകർക്കും ഗോത്രവർഗ സമൂഹങ്ങൾക്കുമായി പുതിയ വാതായനങ്ങൾ തുറക്കുമെന്നതിൽ സംശയമേതുമില്ല. ലോകത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഈ ദൗത്യത്തിൽ ഇന്ത്യ സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കും. खाद्यान्न संकट के गहराने की आशंका ने दुनिया भर के देशों की चिंता को बढ़ा दिया है। बढ़ती आबादी का बोझ, निरंतर बदलते मौसम और खेती किसानी में बढ़ती लागत के बीच फायदे की खेती के विकल्प पर मिलेट की खेती अपनी जगह बना रही है। श्री अन्न यानी मिलेट्स की खेती कोई नई नहीं है। आजादी के 1 दशक बाद तक देश की बड़ी आबादी मिलेट खाद्यान्न पर ही निर्भर थी, लेकिन हरित क्रांति की आंधी से गेहूं और चावल के उत्पादन ने सारे रिकॉर्ड तोड़ दिए, लेकिन मिलेट का रकबा धीरे धीरे कम होता चला गया। बीते 1 दशक से एक बार फिर मिलेट ने खेतों को हरा भरा किया है। हम पहले क्या है देसी बाजरे की खेती करते थे, उसमें हमारे को 100 से 110 दिन का फसल में तैयार होने में टाइम लगता था। फिर हमने अभी 6-7 साल से हाइब्रिड बाजरे की खेती करना शुरू किया। उसमें क्या है हमारे को 75 से 80 दिन का समय लगता है और अच्छी उपज तैयार होती है और इसकी मार्केट में वैल्यू भी बढ़िया मिलती है। इसलिए हमने इसका खेती का रकबा ज़्यादा बढ़ा दिया। कम मेहनत और लंबे समय तक खराब न होने की खासियत श्री अन्न की फसलों के दायरे को अब और बढ़ा रही है। इसके अलावा पूरी दुनिया में एक बड़ी आबादी के खान पान की शैली में भी बदलाव आया है और मिलेट ने थाली में अपनी ज्यादा जगह बनाई है, जिसकी एक बड़ी वजह मिलेट की पोषक गुणवत्ता को भी माना जा रहा है। मिलेट की मांग बढ़ाने के लिए अब माननीय प्रधानमंत्री जी की पहल पर संयुक्त राष्ट्र ने 2023 को इंटरनेशनल ईयर ऑफ मिलेट्स मनाने का फैसला किया है। पूरी दुनिया में मिलेट को भारत और अफ्रीका की फसल कहा जाता है, क्योंकि इन दोनों ही जगहों में प्राचीन काल से ही मिलेट की खेती हो रही है। अकेले भारत में 10 तरह के श्री अन्न का उत्पादन होता है, जिसमें ज्वार, बाजरा, रागी यानी मंडवा, रामदाना, कुट्टू, कंगनी, कोदो, सावा, कुटकी, चीना यानी प्रोसो आदि शामिल हैं। चावल, गेहूं और मक्के के बाद मिलेट में बाजरा और ज्वार भारत में सबसे महत्वपूर्ण फसलों में शामिल हैं। यही वजह है कि भारत मिलेट का एक प्रमुख उत्पादक है। खास बात यह है कि भारत की हिस्सेदारी एशिया के उत्पादन में 80% और वैश्विक उत्पादन में 20% की है। फिलहाल भारत में मिलेट की औसत उपज 1268 किलो प्रति हेक्टेयर है, जो वैश्विक औसत उपज 1211 किलो प्रति हेक्टेयर से अधिक है। मिलेट्स जैसे रागी, ज्वार, बाजरा, कोडो, जोंगोरा, बार्ली, कोटकी, इन जैसे अनाज की पैदावार बढ़े, लोग अपने भोजन में इन्हें शामिल करें, इस और प्रयास बढ़ाए जा रहे हैं। मैं आज एफएओ को विशेष धन्यवाद देता हूं कि उसने वर्ष 2023 को इंटरनेशनल ईयर ऑफ मिलेट्स घोषित करके
भारत के प्रस्ताव को पूरा समर्थन दिया है। हमारे देश में उगाई जाने वाली प्रमुख श्री अन्न फसलें और उनके उत्पादन की हिस्सेदारी प्रतिशत को देखें तो पर्ल मिलेट यानी बाजरे की हिस्सेदारी 61% है, ज्वार की हिस्सेदारी 27% और फिंगर मिलेट यानी रागी की हिस्सेदारी 10% है। भारत का राजस्थान प्रदेश मिलेट उत्पादन में सबसे आगे है। राजस्थान के बाद महाराष्ट्र, कर्नाटक, उत्तर प्रदेश और मध्य प्रदेश का नंबर आता है। बाजरा के उत्पादन में भी राजस्थान सबसे पहले नंबर पर है। वहीं ज्वार के उत्पादन में महाराष्ट्र सबसे आगे है। देश के कुछ राज्य जैसे कर्नाटक, तमिलनाडु, उत्तराखंड और महाराष्ट्र में फिंगर मिलेट यानी रागी का उत्पादन होता है। स्मॉल मिलेट के उत्पादन में मध्य प्रदेश अग्रणी है। मध्य प्रदेश के बाद उत्तराखंड, महाराष्ट्र और तमिलनाडु का नंबर आता है। साल 2023 को इंटरनेशनल ईयर ऑफ मिलेट घोषित किए जाने के बाद मिलेट्स को लोगों के बीच लोकप्रिय बनाने के लिए कई तरह के कार्यक्रमों की योजना बनाई जा रही है ताकि मिलेट्स का न सिर्फ उत्पादन बढ़े बल्कि वैश्विक खपत और निर्यात में भी बढ़ोतरी हो। मिलेट के उत्पादों की ब्रांडिंग पर भी विशेष जोर दिया जा रहा है और रणनीति पर केंद्रित कार्यक्रम किए जाएंगे। एक रिपोर्ट के मुताबिक फिलहाल 500 से अधिक स्टार्टअप बाजार मूल्य श्रृंखला में काम कर रहे हैं। वहीं इंडियन इंस्टीट्यूट ऑफ मिलेट्स रिसर्च ने 250 स्टार्टअप्स को साथ लिया है। यही नहीं, 66 से अधिक स्टार्टअप्स को 6.2 करोड़ रुपए से अधिक दिए गए हैं, जबकि लगभग 25 स्टार्टअप्स को आगे फाइनेंस के लिए मंजूरी प्रदान की गई है। Initially incubated at IIMR had taken great technology from them, and then we started selling millet chikkis initially in the schools and then in the kirana stores. So we right now sell about roughly 20 lakh millet chikkis per day. श्री अन्न के प्रति सरकार और लोगों के बीच ये जागरूकता एक लंबा सफर तय करने वाली है। जाहिर है आने वाले वक्त में हरित क्रांति की तरह ही इस देश और दुनिया में मिलेट क्रांति का आगाज तय है। സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.